പലർക്കും ഇതുപോലെ വാഹനം എടുക്കാൻ വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ പലർക്കും പ്രയാസമാണ്. കൃത്യമായിട്ട് റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആളിന്റെ മിസ്റ്റേക്ക് അനുസരിച്ച് ആളിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ആൾ കൃത്യമായിട്ട് ആ വണ്ടി എടുക്കുന്നത്. അത് മാത്രം ജഡ്ജ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പലർക്കും പല പല മിസ്റ്റേക്ക് കൊണ്ടാണ് വണ്ടി ഓടിക്കാത്തത്. നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാനും ബാക്കിലേക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റ് നമുക്ക് ലക്ഷ്യമില്ലാതെ നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാനും പറ്റത്തില്ല, ബാക്കിലേക്ക് പോകാനും പറ്റില്ല. നമ്മൾ ആ മിററിൽ നോക്കിക്കൊണ്ട് ഞാൻ ആ പറഞ്ഞ ജഡ്ജ്മെന്റ് തന്നെ നോക്കി ബാക്കിലോട്ട് പോവാ. കറക്റ്റ് ആ ഗ്യാപ്പ്, ചെറിയൊരു കൈയുടെ ഗ്യാപ്പിൽ തന്നെ ബാക്കിലോട്ട് പോയാൽ മതി കേട്ടോ. കറക്റ്റ് കൈയുടെ ഗ്യാപ്പ് അവിടെ നിർത്തി നേരെയാക്കുക. ആ ജഡ്ജ്മെന്റ് ആ മിററിൽ കൂടെ നോക്കി ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് നോക്കി ആ മൂല നോക്കിക്കൊണ്ട് കണ്ടോ ആ ചെരുപ്പ് കിടക്കുന്നത് കറക്റ്റ് കൈയുടെ ഗ്യാപ്പ് കണ്ടോ. ആ ഒരു ഗ്യാപ്പിൽ വന്നു. വണ്ടിയുടെ ബാക്കി ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായി? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മറിഞ്ഞു പോകരുത്. അപ്പൊ എങ്ങോട്ട് മറിക്കണം? അങ്ങോട്ട് മറിക്കുക. അങ്ങോട്ട് മറിച്ച് ചെറിയൊരു ജഡ്ജ്മെന്റ് തന്നെ ചെറിയൊരു കൈയുടെ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ചെറിയ അതിന്റെ അകത്തോടെ ഒരു കൈയുടെ ഗ്യാപ്പ് വേണം. നമ്മുടെ വണ്ടിയുടെ ബോഡിയും ഈ വണ്ടിയുടെ ബോഡിയും രണ്ട് ഇതും തമ്മിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു കൈയുടെ ഗ്യാപ്പ് ഉണ്ടാകണം. കണ്ടോ ആ ചെരുപ്പ് വെച്ചിരിക്കുന്നതാണ്. ഈ ചെരുപ്പ് കാണണം. ഈ മൂലയ്ക്ക് ഇരിക്കുന്ന ചെരുപ്പ് നമുക്ക് എപ്പോഴും കാണണം. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലൈനിൽ കൂടെ വരത്തുള്ളൂ. ആ ഗ്യാപ്പിൽ കൂടെ തന്നെ ബാക്കിലേക്ക് പോവാ. അങ്ങനെ ആ മിറർ തന്നെ നോക്കിയിരുന്നു. എന്തോ ആ ചെറിയൊരു ഗ്യാപ്പ് റൈറ്റിലോട്ട് കണ്ട. അങ്ങനെ നമുക്ക് ഗ്യാപ്പ് വേണം. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കുന്നു കണ്ട. അങ്ങനെ ആ മൂല ചെല്ലുന്നിടം വരെ അങ്ങനെ തന്നെ ആ ഒരു ഗൈഡ് ഗ്യാപ്പ് കൂടെ തന്നെ പോവാം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അവിടെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കെട്ടി കയറത്തുള്ളൂ. കണ്ട ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ആ ചെരുപ്പിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് നമുക്ക് വണ്ടിയുടെ ബാക്ക് വേണം അങ്ങോട്ടാണ് ഓടിക്കേണ്ടത്. ചെരുപ്പിന്റെ അവിടെ നമുക്ക് ആ മിററിൽ കൂടെ കാണാൻ വരുമ്പോൾ ചെരുപ്പ് കാണാൻ നിർത്തിക്ക്. അപ്പൊ അവിടെ എത്തി നിർത്താം ഇല്ലേ. ഇനി വണ്ടിയുടെ ബാക്കി എങ്ങോട്ട് ഓടിക്കണ്ടേ? ലെഫ്റ്റിലേക്ക്. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്കി അങ്ങോട്ടാണ് പോകേണ്ടത് അല്ലേ. ലെഫ്റ്റിലേക്ക് നമുക്ക് ഫുള്ള് ഓടിക്കണം. ഫുള്ള് ഓടിച്ചാലും നമ്മുടെ വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് സർക്കിൾ രീതിയിലേ പോകത്തുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ആ മിറർ അവിടെ തട്ടത്തില്ല കേട്ടോ. ഇനി ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി. കാരണം ഈ ഒരു ഗേറ്റിന്റെ അകത്തൂടെ നമ്മുടെ വണ്ടി കയറണം. നമ്മളങ്ങനെ കയറി വരും തോറും കണ്ടോ ആ മിററിൽ നോക്കിയേ കണ്ടോ അവിടെ വൈഡായിട്ടാണ് പോകുന്നത്. നമ്മൾ ഫുള്ള് ഒടിച്ചിട്ട് പോലും വൈഡായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി അവിടെ കയറി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് എടുക്കുക. നമുക്ക് എന്തായാലും അവിടെ കയറി പോകത്തില്ല. പോവോ? അപ്പൊ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഫസ്റ്റ് ഗിയർ ഇടുക. എന്നിട്ട് റൈറ്റിലേക്ക് ഫുൾ ഓടിക്കുക. നിർത്തിക്കൊണ്ട് ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കുക. കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നാലേ വണ്ടിയെ ബാക്കി അങ്ങോട്ട് മാറത്തുള്ളൂ. എന്നിട്ട് വണ്ടിയുടെ മുൻപോട്ട് എടുക്കും തോറും നമ്മൾ രണ്ട് മിറർ നോക്കിയേ. രണ്ട് ഗ്യാപ്പ് ഒരേപോലെ വരുന്ന വരെ നിർത്തിക്കേ. രണ്ട് ഗ്യാപ്പ് അതിനകത്ത് കയറാനുള്ള ഗ്യാപ്പ് ഒരുപോലെ ആയോ? ഒരുപോലെ ആയെങ്കിൽ പിന്നെ വീല് നമുക്ക് അങ്ങോട്ട് കണ്ട് വണ്ടിയുടെ ബാക്കിന് വിടണ്ട. വിടണോ? എന്ത് ചെയ്യണം? വീല് നേരെയാക്കണം. ആക്കിക്കേ. വീല് നേരെയാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതേപോലെ വീല് നേരെ റിവേഴ്സ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോകുന്നതോറും നമ്മുടെ സ്കൂട്ടിയും ആ മൂലയ്ക്കും വേണ്ട ആ രണ്ട് മൂല രണ്ടിന്റെ ജഡ്ജ്മെന്റ് ഒരുപോലാണ്. ബാക്കിലോട്ട് പോകുമ്പോൾ രണ്ട് ഗ്യാപ്പ് ഒരുപോലാണ്. നോക്കിയേ ബാക്കിലോട്ട് പോകാവൂ. ബാക്കി എത്തുന്നിടം വരെ എവിടെയാണോ ഗ്യാപ്പ് കുറവുള്ളത് അവിടെ ഗ്യാപ്പ് കൂട്ടണം. എവിടെയാണോ ഗ്യാപ്പ് കൂടുതലുള്ളത് അവിടെ ഗ്യാപ്പ് കുറയ്ക്കണം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഗ്യാപ്പ് കൂടുതലും അവിടെ ഗ്യാപ്പ് കുറവുമാണ്. അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഇതിനകത്തൂടെ കയറണം. വേണ്ട സ്കൂട്ടിയുടെ ഇടയ്ക്കൂടെ നമുക്കൊരു കൈയുടെ ഗ്യാപ്പ് ഉണ്ടാകണം. അപ്പൊ നമുക്ക് സ്കൂട്ടിയുടെ ഗ്യാപ്പ് ഇട്ടാൽ എങ്ങോട്ട് ഓടിക്കണം? ലെഫ്റ്റിലേക്ക് ഓടിക്കണം ഇല്ലേ. ലെഫ്റ്റിലേക്ക് ഓടിച്ചോണ്ട് ബാക്കിലോട്ട് എടുത്തേ. എന്നിട്ട് ബാക്കിലോട്ട് ചെല്ലുന്തോറും അതിന്റെ ഗ്യാപ്പുകൾ നോക്കി ഒരേ ഗ്യാപ്പ് ആകുന്ന വരെ ബാക്കിലോട്ട് വരണം. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം? ഓടി. എന്നിട്ട് ബാക്കിലോട്ട് എടുത്തേ. രണ്ട് ഗ്യാപ്പ് ഒരുപോലെ ആക്കിപ്പോ. ഇവിടെ നോക്കിയേ. ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ നോക്കി വന്നേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി ഇവിടെ ഗ്യാപ്പ് ഇട്ടാൽ എങ്ങോട്ട് ഓടിക്കണം? എന്താ അങ്ങോട്ട് റൈറ്റിലേക്ക്. അതെ. എന്നിട്ട് പതുക്കെ പതുക്കെ ബാക്കിലോട്ട് എടുക്കുക. ഈ മിററിൽ നോക്കിയോ. അങ്ങനെ ഗ്യാപ്പ് കിട്ടി രണ്ട് ഗ്യാപ്പ് ഒരുപോലെ ആയാൽ വീല് നേരെയാക്കണം. രണ്ട് ഗ്യാപ്പ് ഒരുപോലെ ആയാൽ വീല് നേരെയാക്കിയ ബാക്കിലോട്ട് വരാം കേട്ടോ. പോരെ. രണ്ട് വീല് ഗ്യാപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീല് നേരെയാക്കി വാ. അങ്ങനെ കണ്ടാ. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ വെളിയിൽ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ അവിടെ വന്നു അല്ലേ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ മൂല നോക്കി ജഡ്ജ്മെന്റ് നോക്കി വന്നു അല്ലേ. ആ ജഡ്ജ്മെന്റ് അവിടെ ചേർന്ന് തന്നെ വന്നു. സ്കെയിൽ ഗ്യാപ്പിൽ വന്നു. അവിടെ മൂല വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ വന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഫുള്ള് നമ്മൾ ലെഫ്റ്റ് തിരിച്ചു അല്ലേ. ആ ലെഫ്റ്റ് തിരിച്ചിട്ട് ബാക്കിലേക്ക് വന്നപ്പോൾ നമുക്ക് അവിടെ ഗ്യാപ്പ് അവിടെ പോയി തട്ടാൻ വേണ്ടി പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എന്തൊക്കെ ചെയ്തു അന്നേരം? റൈറ്റിലേക്ക് നമ്മൾ ഫുള്ള് ഒടിച്ചോ ചെറുതായിട്ട് ഒടിച്ചോളോ? ഫുള്ള് ഒടിച്ച് റൈറ്റ് വിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുമ്പോട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് ആ വിടവ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിർത്തി നേരെയായിരുന്നു. അപ്പൊ
അപ്പൊ ബാക്കിലേക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ടെന്ന് അറിയാൻ നേരെ ആക്കിയത്. അതിനുശേഷം നമ്മൾ ബാക്കിലെ ഭാഗം എന്നിട്ട് ഈ ബാക്കി വണ്ടിയുടെ പോയിന്റ് എവിടെയാണ് ബാക്കി കിടക്കേണ്ടത് ആ ജഡ്ജ്മെന്റ് നോക്കി മിററിൽ നോക്കി വരണം. ആ ജഡ്ജ്മെന്റ് നോക്കുമ്പോൾ എവിടെയാണോ ഗ്യാപ്പ് കുറവും കൂടുതലുള്ള അവിടുത്തെ ഗ്യാപ്പ് കൂടുതലും ബാക്കി എന്ത് ചെയ്യണം, ബാക്കിലേക്ക് വരിക. അല്ലാതെ നമ്മൾ പിന്നെ ഫ്രണ്ട് നോക്കണ്ട. അവിടുത്തെ വിടവ് പോകുന്നതിനനുസരിച്ച് വേദനിപ്പം അവിടെ ചേർന്ന് പോകുമ്പോൾ ഇവിടെ തട്ടും ഫ്രണ്ട്. അവിടെ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. എവിടെ? ലെഫ്റ്റ് സൈഡിൽ. ഈ ഗേറ്റ് വന്ന് ഇടിക്കാൻ കാരണം എന്തായിരിക്കും? ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ നമ്മൾ മിററിൽ നോക്കി റിവേഴ്സ് എടുക്കുന്നത്? ഇവിടെ ബാക്കി ഭാഗം നമ്മൾ നോക്കുന്ന ഭാഗം ലെഫ്റ്റ് സൈഡാണ്, അവിടെ കൂടിപ്പോയത് കൊണ്ടാണ് ഫ്രണ്ട് എന്ത് ചെയ്യുന്നത്, തട്ടുന്നത്. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഏത് ഭാഗമാണ് ഫ്രണ്ട് തട്ടുന്നതെങ്കിൽ, ഫ്രണ്ട് തട്ടാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് നമ്മൾ നോക്കുന്ന ഭാഗം കൂടിപ്പോയി. അപ്പൊ നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ തട്ടുന്ന റിവേഴ്സ് എടുക്കുമ്പോൾ തട്ടുന്നത് ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നിട്ട് ബാക്കിലേക്ക് എടുക്കുക. എന്നിട്ട് ബാക്ക് നമ്മൾ നോക്കിയെടുക്കണം. കാരണം ഫുള്ള് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വൈഡായി വരും ഫ്രണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കില് ഞാൻ പറഞ്ഞ ഈ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന വണ്ടി ആ മൂലയും തമ്മിലുള്ള ഈ ജഡ്ജ്മെന്റ് അകലം രണ്ടും ഗ്യാപ്പ് ഒരുപോലാണോ ആ ഒരുപോലെ ആക്കി ബാക്കി വരിക. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ തെറ്റിയില്ല. കാരണം ഇവിടെ വന്നപ്പോൾ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ നേരെയാക്കി നമ്മുടെ ഗ്യാപ്പ് നോക്കി കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, വീട്ടിൽ നമുക്ക് എടുക്കാൻ കഴിയും. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞേ? ഒന്നുകൂടെ എടുത്ത് നോക്കുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ?